ഹായ് ഗൈസ്, അങ്ങനെ പാർട്ട് 1 ബ്ലോഗിന്റെ കോക്കാമ്പീച്ചുകൾക്ക് ശേഷം ഞങ്ങൾ ഡബിൾ ബാരൽ അവതരിപ്പിക്കുന്നു പാർട്ട് 2 ആഡ് നൈറ്റ്. ഇന്ന് ഞങ്ങൾ ആടില്ല. ഇവരെ ഫുള്ള് മാറ്റണോ? ക്യാമറ നമ്മളിന്നൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ C5കാർ ഞങ്ങളെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തായിരുന്നു. ഇതുപോലെ പാട്രിയറ്റിൻ്റെ റിലീസ്, OTT റിലീസ്. അപ്പോൾ ജൂൺ 5-ാം തീയതി റിലീസാവും. അതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കണമെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ പോവാണ്. യെസ്, പ്രൊമോഷൻ വീഡിയോ അതാണ് കണ്ടന്റ് അല്ലേ? അതല്ലേ? ഓക്കെ, അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, അതന്നെ മെയിനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ രാവിലെ അല്ല, രാത്രിയാണ്. പണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യമല്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അവിടെ തന്നെ തിരുത്താം, എന്തോ ചെയ്യാൻ. വേറെ എന്തെങ്കിലും പറഞ്ഞോ? പണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് പണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഞങ്ങളുടെ ഇന്നത്തെ കണ്ടന്റിന്റെ മെയിൻ ആണിക്കല്ല് ഇവനാണ്. ഇവനും നിന്നെ കാണിച്ചേ, ഒന്ന് ഇല്ലേ കാണിക്കണേ. എഡിറ്റേഴ്സ് ചോയ്സ് അവനാ. നമ്മുടെ ഒരു വ്ളോഗ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അത് അവനെ തന്തയ്ക്ക് വിളിക്കുന്നവരെ അവൻ ഇട്ടിട്ടുണ്ട്. ആരിതാവും ഞാൻ നന്നായിട്ടോ. ശ്രദ്ധിക്കും, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് അങ്ങനെ കൂട്ടുകാരെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം പന്നന ഞാൻ വിളിക്കും. എന്താണ് പറയുന്നത്? അപ്പോൾ നമുക്ക് ഇനി സമയമില്ല, ചെയ്യാം. കോസ്റ്റ്യൂം മാറുക. ഓ ശരി ഗൈസ്, ഞങ്ങളുടെ വ്ളോഗിൽ ഈ സംസാരം മാത്രമല്ല ട്രാൻസിഷനും ഉണ്ട്. നിങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ വരാം. ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേ ചാടിക്കോണേ. അപ്പൊ ഗൈസ് ഇനി ലേറ്റ് ആക്കുന്നില്ല, ഞങ്ങൾ നേരെ ഷൂട്ടിലേക്ക് കിടക്കാം. നീ ചാടി വാടാ, ഓടി വാ കണ്ണാ, ചാടി വാ മൊണ്ണേ. 3, 2, 1 ഗോ. ഗൈസ് നിങ്ങൾ പറ, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇവന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇവന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? എടാ നീ എങ്ങനെ മുടി ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ എന്റെ മുടി. നീ ശപ്പനാ? അവന്റെ മോന്തയ്ക്ക് നമുക്ക് പറഞ്ഞോ. അല്ല, ശപ്പൻ ക്യാരക്ടർ ഇങ്ങനെ കൊടുക്കണ്ടോ? അടവ് പഠിപ്പിച്ച തിരവിയാണ് തമ്പുരാൻ. നായ്ക്കർ പടയിൽ ആൾബലം ഇനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. അടവ് പഠിപ്പിച്ച തിരവിയാണ് തമ്പുരാൻ. നായ്ക്കരുടെ പടയിൽ ആൾബലം ഇനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ. 10 കൊന്നോ 100 കൊന്നോ, പക്ഷേ തിരുമലക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങും. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്. ഞാൻ കാളിയൻ. ഇല്ല, എടാ എനിക്ക് എന്നെ തന്നെ നല്ല ആട്ടിത്യം ഫീൽ ചെയ്യും. ഇനി ബാക്കിയുള്ള കമന്റ് പറയട്ടെ, മറ്റുള്ളവർക്ക്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഈ ഒരു ലുക്ക്, എൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അതെൻ്റെ ഇത് നോക്ക്, ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ കോസ്റ്റ്യൂമിൽ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. എൻ്റെ ഹെയർ സ്റ്റൈൽ നോക്ക്. ഇതിനകത്ത് ഞാനാണെന്ന് തന്നെ അറിയുന്നുണ്ടോടാ? ഇല്ലല്ലോ. അപ്പൊ അതാണ് എന്റെ ട്രാൻസ്ഫോർമേഷൻ. അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എല്ലാ കാര്യം നോക്കി കണ്ടും ചെയ്യുന്നു. കഴകം അപ്പടിനാ ഒരു തിരുമേനി പോലെ. അമ്പലത്തിലെ ഓളിനോൾ ആരെ കണ്ടാലോ കഴകം. അവനെയാ ഞാൻ അഴകനെന്നാ കേട്ടെ.
ഇന്നലെ കണ്ടന്റിന് എന്തുകൊണ്ട് ഇട്ടില്ല? ഷൂട്ട് കുറച്ച് പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം നമ്മുടെ സ്മോക്ക് ചെറുതായിട്ട് കൂടിപ്പോയി. ഇത് മൊത്തം മതി. ഇല്ല തൽക്കാലം ബൈക്ക് പോലെ അവൻ്റെ കണ്ണുണ്ടാ കണ്ടോ അവനൊക്കെ ഒറ്റയ്ക്കിരുന്ന് വല്ലതും ചിരിക്കുന്ന അപ്പം തിരുവേനയല്ല, അപ്പം തിരുവേനോടല്ല, നിങ്ങളാ ഏടാ ഏ ഇപ്പൊ തരുള്ള ചെയ്വനാണ് ധനുഷ്ക നമ്പൂതിരി. എല്ലാ എപ്പിസോഡിലും ആരെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് കിട്ടിയതാ. ഇത് കട്ട് ചെയ്യത്തില്ല, കട്ട് ചെയ്യില്ല. 4, 3, 7 പേര് കാണും. ഡിക്ഷണറിയിലുള്ളതല്ലേ, അൺപാർലമെന്ററി എന്നല്ലോ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ കേക്കട്ടെ. ഷൂട്ട് ഈസ് ഗോയിങ് വെൽ. ബാക്കി പറയടാ. പഠിക്കാൻ വിട്ടോ, പോയി പഠിക്കണമായിരുന്നു. എന്നെ പോലെ ഡിഗ്രി 10 വട്ടം തൊട്ടു. അതിനിപ്പോ 9 മണിക്ക് ഇറങ്ങി. ഈ അഭിനയം കൂടി ഇല്ലാണ്ട് ഇവരെ ഒന്നിനും കൊള്ളൂല. അല്ല ഇപ്പൊ പുതിയ പണി പഠിച്ച് ആളത്തൊക്കെ ശാന്തി പണിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നിങ്ങനെ വ്ലോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലും തേഞ്ഞ് പോയാലും കളിയാക്കുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല. എന്താ ഷൂട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും വയ്യ കേട്ടോ. സമയം കാണിച്ചേട്ടാ. 3:10 ആയപ്പോഴാണ് ഞങ്ങൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞത്. ഒബ്വിയസ്ലി ഞങ്ങളെല്ലാവരും ഒരു പരുവായി. എൻ്റെ പേര് കാണിച്ചേ വൈൻഡപ്പ് ചെയ്താലോടാ. അവന് അഭിനയ കേട്ടോ. ഈസ് pretending to be like very energetic person. Yeah, that's it. അത് നിന്നെ ഒന്ന് കാണിക്കട്ടെ ഞാൻ. ഇതാണ് ഞങ്ങളുടെ ശപ്പൻ തിരുവേനി. നമ്മുടെ ഈ ഒരു ആഡ് റീലിന് വേണ്ടിയിട്ട് സഹകരിച്ച മിസ്റ്റർ പ്രപഞ്ച് ആൻഡ് മിസ്റ്റർ ധനുഷ് ആൻഡ് മിസ്റ്റർ അർജുൻ ആൻഡ് മിസ്റ്റർ അന്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. അടച്ചേ അതിലോ അണയ്ക്ക്.